പൃഥ്വിരാജ് ഫാൻസ് എത്ര പേരിവിടെ? ഓക്കെ, ഇനി ബേസിൽ ജോസഫിന് ഇഷ്ടമുള്ള ആൾക്കാർ ഇച്ചിരി വേണമെന്നേ. ഓക്കെ, ഇനി അടുത്തത് അനശ്വര രാജന് ഇഷ്ടമുള്ള ഇച്ചിരി വേണമെന്നേ. ഇൻസ്റ്റഗ്രാമിൽ നോക്കുമ്പോ അങ്ങനെയല്ലല്ലോ. നിഖില വിമലിന് ഇഷ്ടമുള്ള ഒരു ഇച്ചിരി വേണമെന്നേ. നിങ്ങൾ പൃഥ്വിരാജ് ഫാൻ ആണ് തെളിയിക്കാനായിട്ട് നിങ്ങളുടെ ഫോണിൽ പൃഥ്വിരാജിന്റെ ഒരു ഫോട്ടോ ഉണ്ടോ? ഉണ്ടോ? ഒരു ദിവസം ഞാൻ പോകും, ഗോപുരവാതിൽ തുറക്കും ഞാൻ, ഗോപകുമാരനെ ഗുരുവായൂരമ്പല നടയിൽ ഒരു ദിവസം ഞാൻ പോകും. എന്റെ നെഞ്ചാകെ നീയല്ലേ, എന്റെ ഉന്മാദം നീയല്ലേ, നിന്നെ അറിയാനുള്ളൂ. അപ്പം ഇന്ന് ഗുരുവായൂർ അമ്പലനടയുടെ ട്രെയിലർ ലോഞ്ചാണ്. ഒരുപാട് എക്സൈറ്റഡ് ആണ് ഞാൻ ട്രെയിലർ കാണാൻ. നിങ്ങളൊക്കെ കണ്ടതിൽ ഒരുപാട് സന്തോഷം. ഹലോ ദുബായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഒരുപാട് സന്തോഷം. യൂഷ്വലി നമ്മളിവിടെ പോസ്റ്റ് റിലീസ് അല്ലെങ്കിൽ റിലീസിനോട് അടുപ്പിച്ചാണ് വരാറ്. അപ്പൊ ഹലോ ദുബായ്, ഒരുപാട് സന്തോഷം. ഈ സിനിമയുടെ ആദ്യത്തെ സീൻ ദുബായിലാണ്. ഞാൻ എന്റെ ക്യാരക്ടർ ദുബായിൽ ജോലി ചെയ്യുന്ന ഒരു ഓരോരുത്തരെ കാണിക്കുമ്പോൾ ഇഷ്ടത്തിനുള്ള മേളം വോളിയത്തിൽ കാണാൻ പോവാണേ. അപ്പൊ 2 പ്രാവശ്യം നമ്മൾ ട്രെയിലർ ലോഞ്ച് ചെയ്തു. അല്ല, അത് കാണാൻ പറ്റുമോ? സൗണ്ടിൽ കാണാൻ പറ്റുമോ? എന്റെ കഴിഞ്ഞ സിനിമയുടെ റിലീസിനോടനുബന്ധിച്ച് ഇവിടെയൊക്കെ വരണം എന്നൊരു വലിയ പ്ലാൻ ഇട്ടിരുന്നതാണ്. അത് ലാസ്റ്റ് മൊമെന്റ് ചീറ്റിപ്പോയി. അപ്പൊ ആദ്യം അതിന് നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ആട് ജീവിതത്തിന് എത്ര വലിയൊരു വിജയം തന്നതിന് ായിരിക്കുന്നു. അതെ അതെ, അദ്ദേഹത്തെ എനിക്ക് ആദ്യമായി കാണാൻ സാധിച്ചത് വിമാനം. ഈ പെരിയോനെയൊക്കെ ഞാൻ മറന്നു. ഞാൻ വേറൊരു ഞാനൊരു പടം സംവിധാനം ചെയ്തോണ്ടിരിക്കുകയാണ്. വീണ്ടും കണ്ടുകൊണ്ടിരിക്കുന്ന പടമാണ്. അപ്പൊ അതുകൊണ്ട് പെരിയോനെ പാടണം. ആട് ജീവിതം ഇഷ്ടമുള്ളവർ മാത്രം ഇച്ചിരി പാടാൻ പറ്റും. പെരിയോനെ റഹ്മാനെ, പെരിയോനെ റഹീം, അങ്ങാകാലേ അങ്ങാകാതെ മണ്ണ്. നമ്മളെല്ലാരും കൂടി ഒന്ന് ചേർന്നൊരു ആഘോഷമാക്കി മാറ്റിയേ പറ്റുള്ളൂ അല്ലേ? കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗുരുവായൂരപ്പന നടയിൽ എന്ന് പറയുന്ന ചിത്രത്തിന്റെ ട്രെയിലർ ലോഞ്ച് ലോകത്ത് എവിടെയും നടക്കുന്നതിന് മുമ്പ് നടക്കാൻ പോകുന്നത് ഈ സ്ക്രീനിലാണ്, നിങ്ങളുടെ മുമ്പിലാണ്. തിരുവനന്തപുരത്തുകാര്, കൊല്ലംകാരെന്താ? കൊല്ലംകാര്. ഓക്കെ, പത്തനംതിട്ടയ്ക്ക് ഒരു ബഹളം ഇല്ലല്ലോ. എന്ത് പറ്റി? 3 പേരേ ഉള്ളൂ. പത്തനംതിട്ടക്കാര്. ഓക്കെ ഓക്കെ. കോട്ടയം 4 പേരുണ്ട്. ഓക്കെ. ആലപ്പുഴ, ഇടുക്കി. ഇല്ല ചേട്ടപ്പൊക്കോ, ഇടുക്കിയിൽ ആരും വേണ്ട. ഓക്കെ ശരി. ഓക്കെ, പിന്നെ കൊച്ചി, എറണാകുളം, അതാണ് കൊച്ചി. 2 പേരും. ഓക്കെ. തൃശ്ശൂര്. അവിടെ നിന്ന് തൃശ്ശൂർക്കാരൊക്കെ എന്താ അവിടെ മാറിയിരിക്കുന്നത്? ഇങ്ങോട്ട് വരുന്നില്ലേ? ഓക്കെ. കോഴിക്കോട്, ഒരു കുടുംബം മുഴുവൻ കോഴിക്കോട്. മലപ്പുറം, കണ്ണൂര്, വയനാട്. അവിടെ ഒരാളെ ഇടുക്കിക്കാരൻ ചേട്ടനും വയനാട് ചേട്ടനും
നിങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് ഒരു ജില്ലയാക്കാൻ പറ്റുമോ? ആ രണ്ടാമത്തെ വയനാട്. ആ കുട്ടിയെ ഭീഷണിപ്പെടുത്തി വയനാടാണെന്ന് പറയുന്നത് പോലെ ഉണ്ട്. ഓക്കെ ശരി. ഓക്കെ പാലക്കാട്. നിങ്ങൾ എല്ലാ ജില്ലയിലും വരൂ. ശരി. കാസർഗോഡ്. അത് മുഴുവൻ കാസർഗോഡ്. ഏതായാലും മിസ് ചെയ്താ ഇല്ല? ഏതായാലും മിസ് ചെയ്താ? മിസ് ചെയ്തെങ്കിൽ തന്നെ എന്തായാലും ആ ജില്ലയിലെ ആളില്ല, അല്ലെങ്കിൽ അതിന്റെ പേര് പറഞ്ഞത് അല്ലേ? ഇല്ലല്ലോ അല്ലേ? എല്ലാം കിട്ടിയില്ലേ? 14 ജില്ലയിലെ ആൾക്കാരുണ്ടല്ലോ ഇവിടെ. 14 ജില്ലയും കൂട്ടിക്കിട്ടുന്ന പൃഥ്വിരാജ് ഫാൻസ് എത്ര പേരിവിടെ? ഓക്കെ. ഇനി ബേസിൽ ജോസഫിന് ഇഷ്ടമുള്ള ആൾക്കാർ ഇച്ചിരി വേണം തന്നെ. ഓക്കെ. ഇനി അടുത്തത് അനശ്വര രാജിന് ഇഷ്ടമുള്ള ഇച്ചിരി വേണം തന്നെ. ഇൻസ്റ്റഗ്രാമിൽ നോക്കുമ്പോ അങ്ങനെയല്ലല്ലോ. ഇഷ്ടമുള്ള ഒരു ഇച്ചിരി വേണം തന്നെ. ഓക്കെ. ശരി, അനശ്വര രാജിനെ ഫോളോ ചെയ്യുന്ന എത്ര പേരുണ്ട്? അത് പറയൂലായിരിക്കും. ആ ഒറ്റപ്പെട്ടു ഇല്ലേ? പുള്ളി ഒറ്റയ്ക്ക് കൈവക്കി നിന്നിട്ട്. ഓക്കെ. അപ്പൊ ഇനിയിപ്പോ നമുക്ക് എന്തായിരുന്നാലും ഈ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് സമ്മാനങ്ങളുണ്ട്. പൃഥ്വിരാജിനെ ബേസ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ അവിടെ കൈവക്കിയ നിങ്ങൾ പൃഥ്വിരാജ് ഫാൻ ആണ് തെളിയിക്കാനായിട്ട് നിങ്ങളുടെ ഫോണിൽ പൃഥ്വിരാജിന്റെ ഒരു ഫോട്ടോ ഉണ്ടോ? ഉണ്ടോ? അതായത് എന്റെ പല്ല് സെറ്റ് എടുത്ത് എന്നെ തന്നെ നോക്കി ചിരിക്കുന്നു അല്ലേ? നമ്മുടെ ഹിറ്റിന്റെ അടുത്തുള്ള ഫോട്ടോ എടുത്ത് ഓ ഇത് സ്വന്തമായിട്ട് എടുത്ത ഫോട്ടോ. അത് അംഗീകരിക്കില്ല, കഴിഞ്ഞ സമയം കഴിഞ്ഞു. അപ്പോ നമ്മൾ അവിടെ കിട്ടിയത് ഓക്കെ നമ്പർ. ഗുരുവായൂരമ്പല നടയിൽ ഒരു ദിവസം ഞാൻ പോകും, ഗോപുരവാതിൽ തുറക്കും ഞാൻ, ഗോപകുമാരനെ കാണും. നന്നായിട്ടുണ്ടോ? ശരി വേണ്ട, അത് മതി. നന്നായിട്ട് പാടിയില്ല. ഒരു കൈയ്യടി, നല്ലൊരു കൈയ്യടി. നമ്മളെല്ലാരും പകച്ചിട്ട് സമ്മാനം കൊടുത്ത് എടുത്തിട്ട് പോകണം കേട്ടോ. പുള്ളിക്ക് നമ്മുടെ സിംപ്ലി സൗത്ത് OTT പ്ലാറ്റ്ഫോമിന്റെ ഒരു സബ്സ്ക്രിപ്ഷൻ ഉണ്ട് കേട്ടോ. അത് നോക്കി കറക്റ്റായിട്ട് പാട്ട് പഠിച്ചിട്ട് അടുത്ത പ്രാവശ്യം വരണം കേട്ടോ. ഓക്കെ. അപ്പൊ ഗുരുവായൂർ അമ്പലനടയിൽ പാടാനായിട്ട് ആരുമില്ല ഇപ്പൊ ഇവിടെ? ഉണ്ടോ? വരൂ 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 വരൂ. കമ്പനിക്ക് കാശില്ല, പക്ഷെ എന്നാലും വരും. നല്ലൊരു കൈയ്യടി കൊടുത്താൽ പുള്ളി വരും. പുള്ളി ഇപ്പൊ മതിലാളനൊക്കെ ശ്രമിച്ച ആളാണ്. വരൂ എല്ലാരും. നമ്മുടെ ചെണ്ടമേളക്കാർ റെഡിയാവാൻ പോയ ചെണ്ടമേളക്കാര് തിരിച്ചെത്തിയോ? ആ ഓക്കെ. പേരെന്താണ്? അർജുൻ. അർജുൻ പാടും. ഈ പാടിയ ആദ്യത്തെ 4 പേര് തന്നെ. ഗുരുവായൂരമ്പല നടയിൽ ഒരു ദിവസം ഞാൻ പോകും, ഗോപുരവാതിൽ തുറക്കും ഞാൻ, ഗോപകുമാരനെ കാണും. വേറൊരു പാട്ട് പാടിട്ട് പോയാൽ ഫുള്ളായിട്ട് അറിയാവുന്ന ഒരു പാട്ട് പാടിയിട്ട് പോയാൽ അതിനൊരു വലിയ കഴിഞ്ഞു കൊടുത്താൽ ആദ്യം അല്ലേ? അർജുൻ അസലായിട്ട് പാടുണ്ടല്ലോ. എന്താ ചെയ്യണേ അർജുൻ? എന്താ ചെയ്യണേ? ആക്ച്വലി ഒരു ഓഡിറ്റ് അസോസിയേറ്റ് ആണ്, ACC ആണ്. ഡാൻസ് ചെയ്യുന്നത് എനിക്കറിയില്ല. പക്ഷെ 96 ഒരു ഫ്രൈഡേ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. ഷോ വിത്ത് അർഫ ചേട്ടൻ. രാവിലെ മോർണിംഗ് ഷോ ചെയ്തു അല്ലേ? ഓക്കെ. ശരി. അപ്പൊ അടുത്തൊരു പാട്ട് നമുക്ക് എല്ലാവർക്കും വേണ്ടി. ഓക്കെ. സോ വൺ സോങ്. ഹായ് ഹായ് ഹായ്. എല്ലാവരും ചേർന്ന് കൈയടിക്കണം. ഓ ഫ്രണ്ട്സിനെ കൊണ്ടത് സപ്പോർട്ടിന് ആൾക്കാരുണ്ട്. താങ്ക് യു സോ മച്ച്. ഞാൻ പാടിയൊരു പാട്ട് തന്നെയാണ്, ബട്ട് അവിടെ തന്നെ. ബട്ട് അത് കുഴപ്പമില്ല, നമ്മളാരും കേട്ടിട്ടില്ല. ആരാധികേ മഞ്ഞു തീരും വഴിയരികെ നാളേറിയാ കാത്തു നിന്നു മിഴി നിറയെ, നീ എങ്ങു പോകിലും അകലേക്കുമായിരും എന്നാശകൾ തൻ മൺതോണിയുമായി തുഴഞ്ഞകരെ പോയിടാം. ഒരുമിച്ച് എന്റെ നെഞ്ചാകെ നീയല്ലേ
എന്നുമെന്നും ഒരു പുഴയാ ആരാധിക്കേ മഞ്ഞു തീരും വഴിയരികെ. പിന്നെ പുള്ളിക്ക് പ്രൈസ് ആഗ്രഹമില്ലാണ്ടല്ലോ പ്രൈസ് കൊടുക്കാത്തത്, അവർ തരാത്തോണ്ടല്ലേ. ചേട്ടാ ഇവിടെ ഈ നമ്പർ ഒന്ന് എഴുതിയെടുക്കണേ. ഇത് എന്തായാലും ഒരു പ്രൈസ് ഡിസേർവിംഗ് ആണ്. അടിപൊളി. നമ്മുടെ ടീം മൊത്തം അതാ, അവർക്ക് എല്ലാവർക്കും ചേർന്ന് ഒരു കഴിഞ്ഞു കൊടുക്കും. അവരാണ് രാവിലെ നമ്മുടെ ഡാൻസ് ഒക്കെ അടിച്ചു പൊളിച്ച് ആഘോഷിച്ച ആൾക്കാരാണ്. അവര് ഇവിടെ നിങ്ങൾക്ക് വേണ്ടി പെർഫോം കൂടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും ഈ സ്റ്റേജിൽ അവരുടെ പെർഫോമൻസ് കാണാനായിട്ട് വെയിറ്റ് ചെയ്യണേ. അവര് ഇന്ന് പൃഥ്വിരാജിന് വേണ്ടിട്ട് ഒരു ട്രിബ്യൂട്ട് ഉണ്ടല്ലേ ഇതിനകത്ത്, എല്ലാം കൂടി ചേർത്ത് മിക്സ്. ഓ ബേസിൽ ഓക്കെ ഓക്കെ. താങ്ക് യു അർജുൻ, താങ്ക്സ് ലോട്ട്, താങ്ക് യു കേട്ടോ. അർജുൻ നിർത്തി ഇനി ഒരുപാട് പാട്ടുകൾ പാടിക്കണം എന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് ആർക്കും പോയി ചാൻസ് കിട്ടാണ്ട് പോകും. ഈ ഒരു കൊച്ചുകുട്ടി ഇവിടെ നിന്ന് പാട്ട് പാടാന്ന് പറഞ്ഞിട്ട് 2 ഫോണും പിടിച്ച് ലിറിക്സ് നോക്കിക്കൊണ്ടിരിക്കുന്നു. ഡാൻസ് കളിക്കാനും റെഡിയാണ് ആണല്ലേ? അതെ. അജീഷ്, ആ കുട്ടിയെ ഒന്ന് നേർവഴിക്ക് നയിച്ചിങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുമോ? ഡാൻസ് കളിക്കാമോ? ശരി. ഏത് പാട്ടാണെങ്കിലും കുഴപ്പമില്ലല്ലോ, ഡാൻസ് കളിക്കുമോ? ഏത് മ്യൂസിക് ഇട്ട് കൊടുത്താലും ഡാൻസ് കളിക്കുന്നതാണ് പറഞ്ഞു. മ്യൂസിക് പറഞ്ഞു വേണമെങ്കിൽ ഇട്ട് തരാം. അതുവഴി കേറാനായിട്ട് ബ്രോ ആ മതിലയാടി ആ കുട്ടിയുടെ കേറി വാ മോളെ, കേറി വാ. വലിച്ചു താഴെ ഇട്ടില്ലല്ലോ. ഓക്കെ ശരി. ഏത് പാട്ട് വേണമെന്ന് പറഞ്ഞാൽ നമ്മുടെ അവിടെ കൺസോളിൽ നിട്ട് തരും അല്ലേ? ഇല്ല, ഞാൻ ഇവിടുന്ന് പ്ലേ ചെയ്ത് കൊടുക്കണം. ആണോ? പാട്ടില്ലേ? പറഞ്ഞാൽ മതി. ഏത് പാട്ട് വേണമെന്ന് പറഞ്ഞു? ആ പാട്ട് ലാൽ പീലിയാക്കിയ ഇട്ട് കൊടുത്തേ. എങ്ങനെ അവിടെ ഇട്ടോ? അതാകുമ്പോ കേൾക്കാൻ പറ്റും ഭയങ്കര ലൗഡായിട്ട്. കൊള്ളാം ചേട്ടാ, ജോലി പോയി. മായ മൊബൈൽ വെച്ച് പരിപാടി നടന്നിട്ടുണ്ട്. സ്റ്റെപ്പ് നോക്കി പഠിക്കാനാണോ? അല്ല, കൊച്ചിനെ നോക്കിട്ട് അല്ല. സമയം ബിഗ് ബോസ് വീട്. മോളെ ലാഗ് മയിൽപ്പീലി വെച്ച് കളിക്കാൻ പറ്റുമോ നോക്ക്. വേറെ വേണ്ട. ഞാൻ പറഞ്ഞു ഫ്രഷായിട്ട് കാവാലയെ കളിക്കുമോന്ന് ചോദിച്ചാൽ ഞാൻ കളിക്കുമെന്നാണ് ചോദിച്ചത്. ഞാൻ രജനീകാന്തിനെ പോലെ കണ്ണാടി വെച്ച സൈഡിൽ ഇരിക്കും. ഇത്രയും അടിപൊളി. കലക്കി ആണോ? സൂര്യ ഇവിടെ വന്നിട്ടുണ്ടോ? ഓക്കെ. അവിടെ പോയിട്ട് പേരും നമ്പർ കൊടുത്തോട്ടോ. താങ്ക് യു. കുട്ടി കട്ട് ചെയ്തതാണ്. അമ്മയെ അറിയാവുന്ന ആളാന്ന് പറഞ്ഞപ്പോ പിന്നെ പ്രായം അറിയിച്ചതെന്ന് തോന്നുന്നു. ശരി, അപ്പോ ചെണ്ടമേള റെഡി. ഒരു ചെറിയ ഗ്രൂപ്പ് അടിക്കല്ലേ ചെണ്ടമേളത്തിന് അല്ലേ? മലയാളി ആഘോഷത്തിന് ഒരു ഇച്ചിരി ഉഷാർ വേണേ ചെണ്ടമേളം വേണ്ടേ? അപ്പൊ ആഘോഷം തുടങ്ങല്ലേ? മേളക്കാരെ റെഡിയാണോ? എന്നാ കേറ്. നിങ്ങൾക്ക് വേണ്ടി കാത്തിരിപ്പാണ്. ഒരു കാര്യം എടുത്തു പറയണം. നിങ്ങളിപ്പോ നമുക്കറിയാലോ, നമ്മൾ ഇച്ചിരി വൈകി എന്നുള്ളതിന്റെ കാര്യം അറിയാം.
ഇവരെല്ലാം ജോലിക്കാരാണ്. ഇവർക്കൊക്കെ വർക്കുള്ള ആൾക്കാര് അവിടുന്ന് പലയിടത്തുനിന്നായിട്ട് ഓടി വന്നേക്കാണ്. ഈ ചെണ്ടയൊക്കെ ഇട്ട് ഇവിടെ വന്നത് ആ ഡ്രസ്സ് മാറി കയറി വന്നേക്കാണ്. അപ്പൊ അതിനുള്ള നല്ല പ്രോത്സാഹനം കൈയടിയോടുകൂടി കൊടുക്കുക കേട്ടോ. ഓക്കെ, കേറിക്കോ. റെഡി? കറിയ ഒരു ചെറിയ ആർപ്പ് വിളിച്ചു തുടങ്ങണ്ടേ അല്ലേ? ഇറ ഒരു താളമില്ലല്ലോ. വൺസ് മോർ, ഒന്നുകൂടി കേട്ടാ. ഇറോ നിങ്ങളെങ്കിൽ ഇറോ പറയണം കറക്റ്റ് ആയിട്ട്. ഓക്കെ, കിട്ടില്ല കിട്ടില്ല കിട്ടില്ല. റെഡി? ഇൻട്രോ റെഡി, ഗോ.
ഗുരുവായൂർ നിന്ന് അവിടെ ഹലോ ഹായ് ഗുരുവായൂര ശരി ഓക്കെ നിങ്ങളുടെ സ്വന്തം പടമല്ലേ അപ്പൊ നമ്മുടെ ഇപ്പൊ ഇനി ഫിസിക്കൽ ഗിഫ്റ്റുകൾ കിട്ടിയിട്ടുണ്ടോ അപ്പൊ നമ്മള് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ സംഭവം ഉണ്ടായി നമ്മള് തമാശക്ക് പറഞ്ഞില്ല 100 ദിർഹംസിന്റെ കാര്യം ഇവിടെ 100 ദിർഹംസ് വാങ്ങിച്ചതേ ശരിക്കും സോറി കേട്ടാ നമ്മള് കാണിക്കാനേ പറയുള്ളൂ കൊടുക്കാനില്ല അപ്പൊ അല്ല കൊടുത്തതിന് സങ്കടമൊന്നും ഇല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ കൂട്ടി പറഞ്ഞു പൈസ ശരി ഇനി നമ്മള് ആരാണോ ആദ്യം കുറച്ച് ബിക്കോസ് ഇത്രയും വൗച്ചേഴ്സ് ഉണ്ട് ഇഷ്ടംപോലെ വൗച്ചേഴ്സ് ഉണ്ട് എല്ലാം കൊടുത്തു തീർക്കാവുന്നതാണ് അപ്പൊ അതിനാദ്യം ഞാൻ ചോദിക്കട്ടെ റെഡ് സ്കാർഫ് ഉള്ള അല്ലെങ്കിൽ റെഡ് ക്യാപ്പ് ഉള്ള ആള് ഞാൻ കണ്ടു റെഡ് സ്കാർഫ് നോക്കിട്ട് കാണാതെ റെഡ് ക്യാപ്പ് നോക്കിതാ അദ്ദേഹത്തിന്റെ കൂടെ അതിന്റെ പേര് കൂടി ചോദിച്ചിട്ട് ഹായ് എന്താണ് പേരെന്താണ് ഏറ്റവും ചെറിയ കുഞ്ഞുള്ള ആള് ഏറ്റവും ചെറിയ കുഞ്ഞാരാ എവിടെ വയറ്റിലാണെന്നാ ശരി ഓക്കെ എത്ര മാസമായി 3 months 3 monthsനെ വെല്ലാനായിട്ട് വേറെ ആരെങ്കിലും ഉണ്ടോ 3 months ബാക്കിയുള്ളത് വയറ്റിലേ ഉള്ളൂ അവിടെ എവിടെ ഒരു കൈ നോക്കിയത് അത് എത്ര വയസ്സുണ്ട് 2 months എവിടെ ഇത് മറ്റേ ഇതിന് സ്ക്രോളറിൽ കിടക്കണം ശരി ഓക്കെ അപ്പൊ ഈ 2 monthsനും 3 monthsനും ഒരു പ്രൈസ് കൊടുക്കും പിന്നെ ഉറപ്പായിട്ടും 2 മാസമായ 3 മാസമായിട്ടുള്ള കുട്ടികളെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് സമ്മാനം കൊടുത്തേ പറ്റുള്ളൂ ഉറപ്പായും ഇനി നമ്മള് ഈ സൈഡിലേക്ക് വരാൻ പോവാണെങ്കിൽ നിങ്ങൾ തീരെ ആക്റ്റീവ് അല്ല നിങ്ങൾക്കുള്ള സമ്മാനം വേണം അല്ലേ നേരത്തെ നമ്മുടെ ഫോട്ടോ കാണിച്ച എവിടെ എന്റെ ഫോട്ടോ എവിടെ ഫോട്ടോ ആ ഫോട്ടോ കാണിച്ചവർക്ക് സമ്മാനം കൊടുക്കാൻ നേരത്തെ പറഞ്ഞിരുന്നേ അതുകൊണ്ടാണ് തരേട്ടാ അതെ ശരി ഈ സൈഡിലുള്ള ആൾക്കാർക്ക് വേണ്ടി ഒരു ഗെയിം കളിക്കാം നമുക്ക് എല്ലാവർക്കും ഓക്കെ രസമുള്ള ഒരു ഗെയിം കളിക്കാം എല്ലാവരുടെയും ഫോൺ ഉണ്ടല്ലോ അല്ലേ എല്ലാവരുടെയും ഫോണില്ലേ ഓക്കെ ആദ്യം വീഡിയോ കോൾ ഉണ്ടോ എല്ലാവർക്കും വീഡിയോ കോൾ ഉണ്ടോ ഉണ്ട് അല്ലേ ഫോൺ നോക്കി കാണിച്ചല്ലേ ഫോൺ ഉപയോഗിക്കുന്ന ഫോൺ എല്ലാവരും നോക്കി കാണിച്ചു അടിപൊളി ഓക്കെ ശരി നമുക്ക് വീട്ടില് അല്ലെങ്കിൽ നാട്ടില് ഉള്ള ഒരാളെ ഫോൺ ചെയ്ത് അമ്മയാവാം അച്ഛനാവാം ആരാണെങ്കിലും വീഡിയോ കോൾ ചെയ്ത് കൊണ്ടുവരണം കാണിക്കണം അത്രേ ഉള്ളൂ ചുമ്മാ ഗുരുവായൂർ അമ്പലം നടക്കേണ്ട നിൽക്കുവാണ് ഭാര്യ ഇവിടെ അല്ലേ നാട്ടിലൊന്നുമില്ലല്ലോ നാടാണെന്ന് തെളിയിക്കണം വെളിയിൽ പോയി നാട് കാണിക്കാൻ കണക്റ്റഡ് പോലുമില്ല സ്വയം വിളിച്ചാണ് അവിടെ ഇരുട്ടാണെന്നോ വിളിച്ച ആദ്യത്തെ ആരാ ഇതിലൊന്നുമില്ല ഇവിടെ കൊടുത്ത് ഇവിടെ സമ്മാനമേ ഇല്ല ആ സൈഡിലോട്ട് പറഞ്ഞ ഈ സൈഡില് ഇതാരാ അമ്മയെ വിളിച്ചാണോ അമ്മ നമസ്കാരം അമ്മ ഗുരുവായൂർ അമ്പല നടയിൽ കാണണേ സിനിമ കാണണേ കേട്ടോ ഓക്കെ ഞാൻ ഇല്ല പൃഥ്വിരാജുണ്ട് കേട്ടോ ഈ സൈഡിലാരാണ് ആദ്യം വിളിച്ചത് ഈ സൈഡും കൂടി ഒന്ന് കൊടുത്തിട്ടുണ്ട് കൊടുത്തോ കൊടുത്തിട്ടില്ല ആരത് മതിലിനെ വിളിച്ച ശരി ലവറാ ഉമ്മ ഡാർക്കിലാണ് ചെറിയ ഡാർക്ക് പരിപാടിയായി പോയി ഉമ്മ ലൈറ്റ് ഇടുമ്പോ അവിടെ കൊടുത്തേ മദറിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഓക്കെ ഹായ് അമ്മ ഹായ് ഇല്ല വൗച്ചറില്ല പക്ഷെ ഹായ് ഉണ്ടല്ലോ ഓക്കെ കഴിഞ്ഞു ആ കോൺടെസ്റ്റ് കഴിഞ്ഞു അവിടെ നിൽക്കുന്ന ബലൂൺകാരനെ ബലൂൺ പിടിച്ചു വലിച്ചോണ്ട് വരുന്ന ആളിന് സമ്മാനം കൊടുക്കുന്നു വേണ്ടല്ലേ വേണ്ട വെറുതെ പറയാം ആരും പോലും ശരി ഇനി അടുത്തൊരു ഗെയിം കളിക്കാം കേട്ടോ ഓക്കെ നമ്മളിപ്പോ ഹിറ്റ് FM 20 വയസ്സ് തികയാൻ പോവാണ്. നമ്മളുടെ ആദ്യത്തെ ജിംഗിൾ
ഓർമ്മയുള്ള ആൾക്കാരുണ്ടോ ഇതിന്റെ ഇടയിൽ? ഫസ്റ്റ് നമ്മളിപ്പോ എല്ലാ ന്യൂസിന് മുന്നേ നമ്മൾ പാട്ട് പ്ലേ ചെയ്യുമല്ലോ, ഒരു പാട്ട് പ്ലേ ചെയ്യും. ആകാശമായ അതിന് മുന്നേ ഫസ്റ്റ് നമ്മൾ ചെയ്ത പാട്ട് ഓർമ്മയുണ്ട്? ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ആണോ? ദേ അവിടെ 1000 മുമ്പേ ഒരെണ്ണം ഉണ്ടായിരുന്നു. യെസ്, കമ്പനിക്ക് സമ്മാനമില്ല. ഓക്കെ, അത് ആ പാട്ട് ചെയ്ത് പാട്. ദുബായില് 20 വർഷമായിട്ടുള്ള ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ദേ ഈ ചേട്ടനുണ്ട്. ആണോ? അവിടെ 20 വർഷം. എത്ര വർഷമായി? 21 വർഷമായി. ആകാശമല്ല, 1000 മുമ്പേ ഉണ്ട് പാട്ട്. ആ, 20 വർഷം കഴിഞ്ഞ ആൾക്കാർ ആരൊക്കെയാ? 2 പേരുണ്ട് ആക്ച്വലി ഇതിന്റെ ഇടയിൽ. ആണോ? ഇവിടെ ആ ചേട്ടനും. ഓക്കെ, നോക്കട്ടെ. ഇവിടെ എത്ര വർഷമായിട്ടുണ്ട് ഇവിടെ? 97 ഞാൻ കണക്ക് കൂട്ടണം. 27, 27, അത് 21. ഇത് എത്ര വർഷം? 32. ഓ, ഓക്കെ, 32 മുകളിൽ തോൽപ്പിക്കാറിലുണ്ടോ? 32 തോൽപ്പിക്കലാണ് അങ്കിൾ. ആ കുട്ടി 34, 36, 37 പോയി കേട്ടോ, പോയി. 37 ആരുണ്ട് 37 തോൽപ്പിക്കാൻ? ജനിച്ചത് 40 വർഷം ഇവിടെയായോ? 44. 44. അതിന് അത്രയും പ്രായമില്ലല്ലോ. എമിറേറ്റ് സൈഡ് കാണിക്കാമോ? സോപ്പിന്റെ പേര് പറയാം. ഓക്കെ, 44 വർഷം അല്ല, അപ്പൊ അങ്ക് 37 വർഷം, 44 വർഷം. ഓക്കെ, ശരി, വരും, ഇങ്ങോട്ട് വരും. 44 ഇയേഴ്സ് ആയിട്ടുള്ള ആൾ വരും. 44 വർഷമായിട്ടുള്ള ആൾ വരും. 44 വർഷം തോപ്പിക്കാറിലുണ്ടോ? നമ്മള് വിട്ട് 44 വർഷമായിട്ടുള്ള ആളിനെ എന്തായാലും തീർച്ചയായും നമുക്ക് അങ്ങോട്ട് പോയി അനുമോദിച്ചേ മതിയാവുള്ളൂ. അതെ, എന്താ പേര്? സുസ്മിത. ഓക്കെ, സുസ്മിതയ്ക്ക് ഒരു വലിയ കൈയടി കൊടുത്തേ. 44 years in the UAE. ശരി, എന്നാലും നമ്മളിപ്പോ ഏറ്റവും സീനിയർ മോസ്റ്റ് ഒരാളെ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ഏറ്റവും ജൂനിയർ മോസ്റ്റ് കണ്ടുപിടിക്കാൻ പോവാണ്. അല്ല, എന്നുവെച്ചാൽ വർഷങ്ങൾ കൊണ്ട് ഇവിടെ ഇപ്പോ തൽക്കാലം 44 വർഷത്തിനെ ബീറ്റ് ചെയ്യാൻ ആരുമില്ല. ശരി, ലൈസൻസ് ഉള്ള എത്ര പേരുണ്ട് ഇവിടെ? ലൈസൻസ് ഉള്ള എത്ര പേരുണ്ട്? ഏറ്റവും പഴക്കുന്ന ലൈസൻസ് നോക്കട്ടെ. എത്ര വർഷം ലൈസൻസ് കിട്ടിയിട്ട്? 10 വർഷമായി. 10 വർഷം. 11 വർഷം. 24. 76 കിട്ടിയ ലൈസൻസ്. അന്ന് ലൈസൻസ് ഇല്ല. 96. 96 എന്ന് പറയുമ്പോൾ അപ്പൊ 28. ഓക്കെ, എത്ര വർഷം? 28. എഴുതി കാണിക്കണ ഗംഭീരമായിട്ട്, പക്ഷെ മനസ്സിലാവണ്ട. 20. 27 കിട്ടിയുണ്ട്. 28 കിട്ടി. 28നെ ബീറ്റ് ചെയ്യാനായിട്ടുണ്ടോ? ലൈസൻസ് കിട്ടി 28 വർഷമായ ആളിവിടെ ഉണ്ട്. നേരത്തെ നമ്മൾ 44 വർഷം എന്ന് പറഞ്ഞു. ഇനിയിപ്പോ നമ്മൾ ഏറ്റവും കുറവ് വർഷം ഇവിടെ ഉള്ള, അല്ലെങ്കിൽ കുറച്ച് നാളുകൾ മാത്രമേ ആയിട്ടുള്ളൂ ന്യൂ ബീസിനെയാണ് തപ്പി നടക്കുന്നത്. ഒരു 6 months ആയിട്ടുള്ള ആൾക്കാരുണ്ടോ? 6 months ജസ്റ്റ് വന്നിട്ട് ഒരു 6 മാസേ ആയിട്ടുള്ളൂ. 6 മാസത്തിലും താഴെയുണ്ടോ? കുറെ പേര് പുതിയ ആൾക്കാരാണല്ലോ. 6 മാസത്തിൽ ന്യൂ ബീസ് ആണ്. എത്ര? 3 മാസം. 3 മാസമായിട്ടുള്ള ആൾക്കാർ. 3 years. അല്ല, 6 മാസത്തിൽ താഴെ. 6 മാസത്തിൽ 3 താഴെ. months. 3 months. 1 month. ഇയേഴ്സ് അല്ല, ഡേയ്സോ. Okay. ജനിച്ചതേ ഉള്ളൂ. All right. Stop. അത് ശരി, ഇവിടെ വന്നിട്ട് അതായത് വിസിറ്റിലാണോ? 3 monthsൽ താഴെയുള്ള ആൾക്കാര് കൈവക്കുക. 3 monthsൽ താഴെ ഇവിടെ എത്തിയിട്ടുള്ള ആൾക്കാര്. 3 monthsൽ താഴെയുള്ള ആൾക്കാരെ 2 months അല്ലേ? 2 monthsകാരെല്ലാം 2 വെച്ചിട്ട് ഇങ്ങനെ കൈവക്കുക. 2 വെച്ചിട്ട് മാത്രം കൈവക്കുക. അത് മക്കളെ തോറ്റടാ, ഒരാഴ്ചയുടെ ആള് വന്നതാ. ഈ കുട്ടി 3 ദിവസമേ ആയിട്ടുള്ളൂ വന്നിട്ട്. ആര് മോളെ? വിസിറ്റിൽ ഇപ്പൊ വന്നതേ 3 ദിവസമായുള്ള വന്നിട്ട്. എന്നിട്ട് ഇവിടെ അടുത്താണ് ഏറ്റവും നല്ല സ്ഥലം എന്ന് പറഞ്ഞ് കൊണ്ടുവന്നാണ് വീട്ടിൽ നിന്ന്. ആഹാ, കൊള്ളാം. അങ്ങനെയുള്ള ആൾക്കാരെ നമുക്ക് പ്രത്യേക ഇഷ്ടമായതുകൊണ്ട് തന്നെ ആ 3 ദിവസമായ കുട്ടിക്ക് നമുക്ക് സമ്മാനം കൊടുക്കാം. പിന്നെ ഒരാഴ്ചയുള്ള ആൾക്കാർക്ക് 3 ദിവസത്തിൽ പിന്നുള്ളത് ഒരാഴ്ചയല്ലേ? അല്ലേ? ഒരാഴ്ചയുള്ള ആൾക്കാരുണ്ടല്ലോ, അവർക്കും കൂടെ പ്രൈസ് കൊടുത്തേക്കാം. 2 സൈഡിൽ ചേട്ടൻ വേണം. നമ്മുടെ ഡാൻസേഴ്സ് റെഡിയല്ലേ? ടൈംഡാണ്. അപ്പൊ അതുകൊണ്ട് അവരെത്തിയാലും ഇല്ലേലും 8 മണിക്ക് ട്രെയിലർ പ്ലേ ചെയ്യണമെന്ന് പറഞ്ഞാൽ പ്ലേ ചെയ്തിരിക്കും കേട്ടോ. അപ്പോ നമ്മൾ അവർ വരാൻ വേണ്ടി കാത്തു നിൽക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ആ സമയം കൊണ്ട് അവരവിടെ എത്തുന്നു. ട്രെയിലർ കണ്ടു കഴിഞ്ഞാൽ വൻ ബഹളവും കൈഡിയായിരിക്കണം.
കേട്ടല്ലോ? They're here. Chandramam, to the sides. But before that, നിങ്ങൾ റെഡിയല്ലേ? They're here. Chandramam, start. തുടങ്ങിക്കോ. Yes. Ladies and gentlemen, let's welcome the team of Guruvayur Ambalanadayil. Ladies and gentlemen, show your love for Prithviraj, Basil Joseph, Vipin Das, Anashwara Rajan, and Nikhil Abhinav. Noise, 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 make some noise. എല്ലാവരും Welcome Basil. Welcome Anashwara. Welcome. wait. എല്ലാവരുടെയും കയ്യിൽ മൊബൈൽ ഫോൺ ആയതുകൊണ്ട് കയ്യടി പറയല്ല. Show your love with the noise. Alright. ഞാന് ഓരോരുത്തരായിട്ട് വിളിക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ അവർക്കുള്ള സപ്പോർട്ട് കൊടുത്തോളൂ. ഞാൻ ഓരോരുത്തരായിട്ട് വിളിക്കാന്ന് പറഞ്ഞാൽ തീർച്ചയായും നമുക്കറിയാം ജയ 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 ഹേ എന്ന് പറയുന്ന ഒരു ഒറ്റ ചിത്രം മതി ഒരു സംവിധായകന്റെ കഴിവെന്താണെന്നും എങ്ങനെ ഒരു സാധനം ട്രീറ്റ് ചെയ്ത് വേറെ ലെവലിൽ കൊണ്ടുപോകാമെന്ന് അറിയിക്കാനായിട്ട് Ladies and gentlemen, Vipin Das. ഹലോ ദുബായ്. ഞങ്ങൾ ഈ ഗുരുവായൂർ നടയിൽ സിനിമ തുടങ്ങുന്നത് ദുബായിൽ നിന്നാണ്. അപ്പോൾ നമ്മുടെ സിനിമയുടെ ആദ്യത്തെ ഒരു 10 മിനിറ്റൊക്കെ ദുബായ് കാണാം നിങ്ങൾക്ക്. അപ്പം ഗുരുവായൂർ ടു ദുബായ് ആ ഒരു കണക്ഷൻ നമുക്കുണ്ട് ഇതിനകത്ത്. ബാക്കി കാര്യങ്ങൾ എല്ലാവരും പറയും. താങ്ക് യു. ഗുരുവായൂർ അമ്പലനടയിലാണെങ്കിലും അപ്പുറത്തെ ബുർജ് ഖലീഫയാണ്. അതിന്റെ നടയിലാണ് നമ്മൾ ആദ്യത്തെ ട്രെയിലർ ലോഞ്ച് ചെയ്യുന്നത്. അത് നമ്മൾ ഇത് തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞു ഗുരുവായൂർ അമ്പലനടയിൽ ഇത്തവണ ബുർജ് ഖലീഫയുടെ നടയിൽ നമ്മൾ കാണാൻ വന്നിരിക്കുന്നതെല്ലാം തീർച്ചയായും നമ്മുടെ പ്രിയപ്പെട്ട ആൾക്കാരെയാണ്. Now നിങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള വേറൊരാളെ വിളിക്കട്ടെ. വാൻ ബേളത്തോടുകൂടി സ്വാഗതം ചെയ്യണം അനശ്വര രാജൻ. everyone. ഹലോ ദുബായ്. എല്ലാവർക്കും നമസ്കാരം. ആദ്യം ഞാനിവിടെ വരുന്നവരെയൊന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല പറയാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇപ്പോൾ ഇവിടെ കയറുമ്പോൾ ചെറിയ ടെൻഷനുണ്ട് ഇത്രയും ആൾക്കാരൊക്കെ കാണുന്ന സമയത്ത്. അപ്പം ഇന്ന് ഗുരുവായൂർ അമ്പലനടയുടെ ട്രെയിലർ ലോഞ്ചാണ്. ഒരുപാട് എക്സൈറ്റഡ് ആണ് ഞാൻ ട്രെയിലർ കാണാൻ. നിങ്ങളൊക്കെ കണ്ടതിൽ ഒരുപാട് സന്തോഷം. ഗുരുവായൂർ അമ്പലനട എനിക്ക് ഒരുപാട് പ്രിയപ്പെട്ട ഒരു സിനിമയാണ്. പറഞ്ഞ പോലെ ഈ വരുന്ന 16th സിനിമ റിലീസ് ചെയ്യുന്നത്. ഒരു കുഞ്ഞു പടം എന്ന് ഞങ്ങളോട് പറയാൻ പറഞ്ഞു. സോ ഇറ്റ്സ് ഒരു കുഞ്ഞു പടമാണ്. പറയാൻ പറഞ്ഞു കുഞ്ഞു പടമാണ്. അത്ര അങ്ങനെ പറയുന്ന ഒരാളെ ഉള്ളൂ. അതാരായിരിക്കും ഞാൻ പറഞ്ഞുതരാം. പിന്നെ അനശ്വര. താങ്ക് യു അനശ്വര. everyone show love. All right, the next lady in the house, ladies and gentlemen, Nikhil Abhinav. ഹലോ ദുബായ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഒരുപാട് സന്തോഷം. യൂഷ്വലി നമ്മളിവിടെ പോസ്റ്റ് റിലീസ് അല്ലെങ്കിൽ റിലീസിനോട് അടുപ്പിച്ചാണ് വരാറ്. അപ്പൊ ആദ്യമായിട്ടാണ് ഒരു ട്രെയിലർ ലോഞ്ചിനായിട്ട് ദുബായിൽ വരുന്നത്. അപ്പൊ അതിന്റെ ഒരു സന്തോഷമുണ്ട്. നമ്മൾ എല്ലാവരും കുറെ നേരമായിട്ട് വെയിറ്റ് ചെയ്യണമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ട്രെയിലർ കാണാം. അതിനുശേഷം ആർക്കെങ്കിലും നമുക്ക് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാവരും വന്ന് സംസാരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് അതിനേക്കാളും ടെൻഷൻ എന്ന് പറഞ്ഞാൽ 8 മണിക്ക് എന്തായാലും പ്ലേ ആവും. തീർച്ചയായും അതുകൊണ്ട് ഏത് സമയത്തും പ്ലേ ആവും എന്നുള്ളതാണ്. നമുക്ക് നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്ന ആ പേര് വിളിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സിനിമകളോടുള്ള എല്ലാ സ്നേഹവും നിങ്ങൾ അറിയിക്കുക. Ladies and gentlemen, let's welcome ഹലോ ദുബായ്. ഒരുപാട് സന്തോഷം.
ഈ സിനിമ ആക്ച്വലി ഈ സിനിമയുടെ ആദ്യത്തെ സീൻ ദുബായിലാണ്. ഞാൻ എന്റെ ക്യാരക്ടർ ദുബായിൽ ജോലി ചെയ്യുന്ന ഒരു പ്രവാസിയാണ്. അപ്പൊ കല്യാണം കഴിക്കാൻ വേണ്ടി നാട്ടിലോട്ട് പോകുന്നത്. ഈ പ്രവാസിക്കകത്ത് ഞാൻ വിട്ടുകൊടുക്കാറില്ല സാധാരണ. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ ഭയങ്കര സന്തോഷം. ജയ ജയ ഹേക്ക് ശേഷം ബിപിൻ ചേട്ടനുമായിട്ട് വീണ്ടും ഒരുമിക്കുന്നു. അതിലെല്ലാം ഉപരി ഞാൻ എത്രയും റെസ്പെക്ട് ചെയ്യുന്ന ശ്രീ പൃഥ്വിരാജ് രാജുവേട്ടനുമായിട്ട് ഒരു സിനിമ, അതും ഭയങ്കര സന്തോഷമുണ്ട്. രാജുവേട്ടനാണെങ്കിലും ഇപ്പോ സലാറ് പ്രഭാസിന്റെ കൂടെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് അതെ, വലിയ ആർട്ടിസ്റ്റുകളുടെ കൂടെ ചെയ്തു വരുന്നു അല്ലേ. അക്ഷയ് കുമാറിന്റെ കൂടെ ചെയ്തു. അത് കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ വളർച്ച ഇപ്പൊ എന്റെ കൂടെയാണ്. അപ്പൊ ആ വളർച്ചയിൽ ഞാൻ സന്തോഷിക്കുന്നു. ഇതിനുള്ള മറുപടികളൊക്കെ വരും. കുറച്ചുകൂടി സമയം കാത്തിരിക്കണം നമുക്ക്. അപ്പോ ഇപ്പൊ ട്രെയിലർ ഇപ്പൊ ഇറങ്ങുമെന്ന് തോന്നുന്നു. ട്രെയിലർ ലോഞ്ച് ആവാൻ ടൈം ആവാറായി. ഞാൻ ഒറ്റ അടിക്കൊന്ന് ദീപുവിനെയും കൂടി ഒന്ന് ഫ്രണ്ടിലോട്ട് വിളിച്ചിട്ട് ഞാൻ അതിലേക്ക് വരാം. ദീപു, ഇദ്ദേഹം, ഞാൻ സിനിമകളുടെ പേര് പറയുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഒരു കൈഡി തന്നാൽ മതി. കുഞ്ഞിരാമായണം ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്. കുഞ്ഞിരാമായണം ഉൾപ്പെടെയുള്ള ഒരുപാട് ഹിറ്റ് ചിത്രങ്ങളുടെ പ്രേമിച്ച ദീപു പ്രദീപ് എവരിവൺ. ഹലോ, നമസ്കാരം. ഞാൻ ജന്മം കൊണ്ടൊരു യുഎഇക്കാരനാണ്. ശബ്ദം സൗണ്ടില്ല. അല്ല, അത് കാര്യം എന്താണെന്ന് വെച്ചാൽ അതിന് സൗണ്ട് ഇല്ല. സ്പോട്ട് ഡബിംഗ് ആണല്ലേ. നമ്മളെ ആ സമയത്ത് നമ്മൾ അതിന്റെ ബഹളം കൊണ്ട് നിറയ്ക്കണം. Everyone make some noise for the trailer. ഓരോരുത്തരെ കാണിക്കുമ്പോൾ ഇഷ്ടത്തിനുള്ള ബഹളം ഉണ്ടാവും കേട്ടോ. കണ്ടോ, ഇത് നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്യൂരിയോസിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടി നമ്മൾ ചെയ്തതാണ്. എന്ത് ഐഡിയ ആയിപ്പോയി. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നു എന്താണ് വരാൻ പോകുന്നത് എന്നുള്ളത്. ഇത് വെയിറ്റ്. ആ എഴുതി കാണിക്കുന്നത് കാണുമ്പോ കൈയടിക്കുകയോ ബഹളം വയ്ക്കുകയോ വേണം. അതാണ് വേണ്ടത്. യെസ്, കൈയടിച്ചാൽ മതി. പക്ഷെ മൊബൈൽ തെറിച്ചു വരുന്നത് കേട്ടോ. റെഡി? നിങ്ങൾ അപ്പോഴും ആലോചിക്കണം, ഇങ്ങനൊരു ട്രെയിലർ നമുക്ക് ഇന്നേ വരെയും കാണാനൊരു അവസരം ഉണ്ടായിട്ടില്ല. ഇനി ഇതൊരു മ്യൂട്ടിൽ കണ്ട ആൾക്കാര് ഫുൾ വോളിയത്തിൽ കാണാൻ പോവാണേ. അപ്പൊ 2 പ്രാവശ്യം നമ്മൾ ട്രെയിലർ ലോഞ്ച് ചെയ്തു. അല്ല, അത് കാണാൻ പറ്റുമോ? സൗണ്ടിൽ കാണാൻ പറ്റുമോ? ഐ റിയലി ഡൗട്ട്. കാരണം എനിക്ക് തോന്നുന്നു ഇവരുടെ സൗണ്ട് മ്യൂട്ട് ആണെന്ന് തോന്നുന്നു. അതെ, ട്രെയിലർ ശബ്ദമില്ലായിരുന്നു. കണ്ടത് ഇഷ്ടമായിരുന്നു. എന്നാ ഒരു വലിയ കൈഡിയാണ്. നമ്മൾ ആ ശബ്ദത്തിൽ അത് പ്ലേ ചെയ്യാൻ ശ്രമിക്കാം. പക്ഷെ ഇതിന് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്തറിയോ? ഇത്രയും കണ്ട നിങ്ങള് നമുക്ക് ഇത്ര യൂട്യൂബ് വ്യൂസ് ഉറപ്പായി. കാരണം എന്തായാലും നിങ്ങൾ പോയി യൂട്യൂബിലും കാണൂല എന്താണ് പറഞ്ഞതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഗുഡ് ഐഡിയ പ്രഭേ. I'm sorry, I rudely interrupted you. Please. എല്ലാവരും നല്ലൊരു കാര്യം ദീപുനെ once more. നമസ്കാരം. അപ്പോൾ ദുബായിൽ വന്ന് ഇത്രയും നിങ്ങളുടെ മുന്നിൽ നിൽക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. എല്ലാവരും ഇതിനു വേണ്ടി നമ്മളെ സപ്പോർട്ട് ചെയ്യുമെന്ന് കരുതുന്നു. കാണാൻ ഇതേപോലെ തന്നെ ബേസിൽ പറഞ്ഞ പോലെ തന്നെ ഒരു പ്രവാസി നാട്ടിലേക്ക് കല്യാണം കഴിക്കാൻ പോവാണ്. അപ്പോൾ സിനിമ തുടങ്ങുന്നത് ഇവിടെയാണ്, ദുബായിലാണ്. നമ്മൾ ഈ ട്രെയിലർ ലോഞ്ചും ഇവിടെ തന്നെ അത് വളരെ നിയുക്തമായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട്. താങ്ക് യു ദീപു. താങ്ക് യു. ഓക്കെ, ഇനി അടുത്ത ആളിനെ വിളിക്കണമെങ്കിൽ ഇത് പോരാ. നമുക്ക് നിങ്ങളുടെ ഫുൾ എനർജി അറിയണം. ഞാൻ ആ പേര് പറയുന്ന സമയത്ത് ഇവിടുത്തെ എല്ലാ കടയിൽ നിന്നും ആൾക്കാർ ഇറങ്ങി വരും.
നമസ്കാരം ദുബായ്. ഞാൻ എന്റെ കഴിഞ്ഞ സിനിമയുടെ റിലീസിനോടനുബന്ധിച്ച് ഇവിടെയൊക്കെ വരണം എന്നൊരു വലിയ പ്ലാൻ ഇട്ടിരുന്നതാണ്. അത് ലാസ്റ്റ് മൊമെന്റ് ചീറ്റിപ്പോയി. അപ്പൊ ആദ്യം അതിന് നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ആടുജീവിതത്തിന് എത്ര വലിയൊരു വിജയം തന്നതിന് താങ്ക് യു സോ മച്ച്. ഒരു കാര്യത്തിൽ വലിയ സന്തോഷമുണ്ട്. ഒരുപാട് സന്തോഷിച്ച് ചിരിച്ച് രസിച്ച് നമ്മളൊക്കെ എൻജോയ് ചെയ്തൊരു സിനിമയാണ് ഗുരുവായൂർ അമ്പലനടയിൽ. അപ്പൊ അങ്ങനെ ഒരു വലിയ സന്തോഷം പങ്കുവെക്കാൻ വേണ്ടിയാണ് ദുബായിൽ എത്തിയത് എന്നുള്ള കാര്യത്തിൽ വലിയ സന്തോഷം. ഈ സിനിമ ഇതിന്റെ കഥ ഞാൻ ആദ്യം കേൾക്കുമ്പോൾ മലയാള സിനിമയിൽ ബേസിൽ ജോസഫ് എന്ന താരോദയം ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു 2-3 വർഷക്കാലം കൊണ്ട് അദ്ദേഹം ഒരു വലിയ സ്റ്റാറായി മാറുകയും അദ്ദേഹത്തോടൊപ്പം ഈ സിനിമയിൽ അഭിനയിക്കാൻ സാധിച്ചതിൽ ഞാൻ കൃതാർത്ഥനായിരിക്കുന്നു എന്ന് ഞാൻ അതെ അദ്ദേഹത്തെ എനിക്ക് ആദ്യമായി കാണാൻ സാധിച്ചത് വിമാനം എന്ന സിനിമയിൽ ഞാൻ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം എന്റെ സെറ്റിൽ വന്നിരുന്നു. അപ്പോൾ ഞാനൊരു ഫോട്ടോ എടുത്തോടെ അദ്ദേഹത്തോട് ചോദിക്കുകയും അദ്ദേഹം സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെയാണ്. എന്നാലും വലിയ ബേസിലാണെങ്കിലും നിഖിലയാണെങ്കിലും അനശ്വരയാണെങ്കിലും എല്ലാവരും ഞാൻ ആദ്യമായിട്ട് ഇവരുടെ കൂടെ അഭിനയിക്കുന്നത്. അപ്പോ എനിക്കൊരു അപ്പൊ എന്തായാലും ഇങ്ങനൊരു വലിയൊരു ഫൺ സിനിമ എനിക്ക് തോന്നുന്നു. ഞാനിത് മലയാളത്തിൽ കുറെ നാളായി കണ്ടിട്ട് ഞാൻ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. കുറെ നടന്മാര്, അവർക്കിടയിലെ കുറെ തമാശകൾ, കൺഫ്യൂഷൻ, ഒരു വലിയ ക്ലൈമാക്സിൽ എല്ലാവരും ഒരുമിച്ച് വരുന്നു. അത്തരം സിനിമകൾ ഞാൻ കണ്ടിട്ട് കുറെ നാളായി. എനിക്കൊന്ന് അവസാനം വെട്ടമൊക്കെ ആയിരിക്കും അങ്ങനത്തെ ഒരു സിനിമ വന്നത്. അപ്പൊ അങ്ങനെ ഒരു സിനിമ അതിൽ അഭിനയിക്കാൻ സാധിച്ചതിൽ, അതിലെ ഒരു നിർമ്മാതാവാകാൻ സാധിച്ചതിൽ വലിയ സന്തോഷം. ഈ വരുന്ന മെയ് 16-ാം തീയതി എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. തിയേറ്ററിൽ സിനിമയ്ക്ക് സൗണ്ട് ഉണ്ടാവും, സത്യമായിട്ട്. താങ്ക് യു വൺസ് അഗൈൻ. ഇവിടെ നിന്ന് വന്നതിൽ എല്ലാവർക്കും കൊച്ചു കുഞ്ഞുങ്ങളെ കാണാം കേട്ടോ. താങ്ക് യു. കൊച്ചു കുഞ്ഞുങ്ങളുടെ കാര്യം പറയട്ടെ. ആ 2 മാസം പ്രായമുള്ള ആ കുട്ടിയായിട്ട് വന്ന അമ്മയുണ്ട് എവിടെയും. 2 മാസം നമ്മളിപ്പോ ചോദിച്ചേ ഉള്ളൂ. ആ 3 മാസം ഉള്ളത് ഇപ്പോഴും ഇവിടെ പോയിട്ടില്ല. സ്ഥലം പോകുന്നു വിചാരിച്ചിട്ട്. അപ്പൊ പേര് ഹെയ്തി. നമുക്ക് തീർച്ചയായും ഞാൻ കുറച്ച് പേരുടെ നന്ദിയും കൂടി ഒന്ന് അറിയിച്ചോട്ടെ. AP ഇന്റർനാഷണൽ ആണ് നിങ്ങൾക്ക് വേണ്ടി ഈ ചിത്രം ഓവർസീസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. മിഡിൽ ഈസ്റ്റ് ഡിസ്ട്രിബ്യൂട്ടർ ഹോം സ്ക്രീൻ എന്റർടൈൻമെന്റ് ആണ്. സിംപ്ലി സൗത്തും റോക്സി സിനിമാസുമാണ് നിങ്ങൾക്ക് വേണ്ടി ഇത് പ്രസന്റ് ചെയ്യുന്നത്. നമ്മുടെ പ്രൊഡ്യൂസർ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ കൂടി ഒന്നും കൂടി സ്വാഗതം ചെയ്യണം. അതിനോടൊപ്പം താങ്ക് യു സിരി വോക്ക്, ജെൻജാ സെക്യൂരിറ്റി. പക്ഷേ കഴിഞ്ഞിട്ടില്ല. നിങ്ങളെ ഞാൻ അവരെ അങ്ങനെ പിരിച്ചുവിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. കുറച്ചുകൂടി സമയം എനിക്ക് നൽകിയേ പറ്റുള്ളൂ. സർ, ഒരു 2 വാക്ക് എല്ലാവർക്കും. One of the most famous producers in Kerala, Mukesh Mehta. കേട്ടോ, അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഒരു നല്ല കൈ. ദുബായിയുടെ ഓഡിയൻസിന് ഇത്ര വലിയ സംഖ്യയിൽ ഇവിടെ വന്നു. രാജു പറഞ്ഞ പോലെ പേടിക്കേണ്ട. സിനിമയിലെ 100% ശബ്ദം ഉണ്ടാവും. നല്ല രീതിയിൽ തന്നെ ശബ്ദം ഉണ്ടാവും. 7.1 ശബ്ദം ഉണ്ടാവും. ആറ്റ്മോസ്ഫിയറിലെ ശബ്ദം ഉണ്ടാവും. അത് കാരണം നിങ്ങൾ എല്ലാവരും ഒന്നുകൂടി ട്രെയിലർ ഓൺലൈനിൽ കാണാൻ വേണ്ടിയാണ് ഇവിടെ ശബ്ദം ഇടാതെ. താങ്ക് യു. സാറിന്റെ ബിസിനസ് ഐഡിയ ക്ലിക്ക് ആയിട്ടുണ്ട്. അപ്പൊ തീർച്ചയായും ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഒന്നും കൂടി ഒന്ന് ശ്രമം നടത്താം. അതിനു മുമ്പ് ശരിക്കും പറഞ്ഞാൽ പൃഥ്വി ആ സമയത്ത് നമുക്ക് വേണ്ടി പാട്ട് പാടി തരാമെന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് നമുക്ക് ചെറിയൊരു പാട്ട് മതി. പൃഥ്വിയുടെ വളരെ ചെറിയ പാട്ട്, പെരിയോനെ എന്ന് പറയുന്ന പാട്ട് മാത്രം മതി. അല്ലേ? നമുക്ക് ആഗ്രഹമാണ്, ഇഷ്ടമുള്ളൊരു പാട്ട് നമുക്ക് ഒരു പാട്ട് ഇല്ലെങ്കിൽ ബേസിൽ കൊണ്ട് പാടിക്കും. അതുകൊണ്ട് പ്രശ്നം വേണ്ട. അത് വലിയ വിഷയം പറയാലോ. ഈ പെരിയോനെയൊക്കെ ഞാൻ മറന്നു. ഞാൻ വേറൊരു പടം സംവിധാനം ചെയ്തോണ്ടിരിക്കുകയാണ്. നമ്മൾ വീണ്ടും കണ്ടുകൊണ്ടിരിക്കുന്ന പടമാണ്. അപ്പൊ അതുകൊണ്ട് പെരിയോനെ പാടണം. ആടുജീവിതം ഇഷ്ടമുള്ളവർ മാത്രം ഇച്ചിരി വേണം വെച്ചു. ഇനി പെരിയോനെ പാട്ട് ഇഷ്ടമുള്ളവർ മാത്രം ഇച്ചിരി വേണം വെച്ചു. ഇനി ബാക്കിയൊക്കെ ക്രൗഡ് തീരുമാനിച്ചു. പെരിയോനെ റഹ്മാനെ, പെരിയോനെ റഹീം, പെരിയോനെ റഹ്മാനെ, പെരിയോനെ റഹീം. അങ്ങാകലെ
മണ്ണിൽ പുതുമഴ പെയ്യണുണ്ടേ അങ്ങാകാലെ അങ്ങാകാലെ മണ്ണിൽ പുതുമഴ പെയ്യണുണ്ടേ. താങ്ക് യു. ഇത് കേട്ട ഉടൻ ബേസിൽ പറഞ്ഞത് ഞാൻ പാടുന്നതാണ്. ബേസിൽ പറഞ്ഞു ബേസിൽ അസലായിട്ട് പാടുന്നു ആണല്ലേ. അതായത് ബേസിൽ പാട്ട് പാടുക മാത്രമല്ല, ഈ സിനിമയിൽ ബേസിൽ ഒരുപാട് പുതിയ നമ്പറുകൾ ഇട്ടിട്ടുണ്ട്. അതിഭീകരമായ ഡാൻസ് കളിച്ചിട്ടുണ്ട്. ബേസിൽ ഇഷ്ടമുള്ളൊരു പാട്ട് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ ഇത് 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 എന്തിനുള്ള ശ്രമം എന്ന് മനസ്സിലായോ? പ്രഭാസിന്റെ അക്ഷയ് കുമാറിന്റെ മോള് നിൽക്കണം, അതിനുള്ള ശ്രമമാണ്. രൺവീർ സിംഗിന്റെ മോള് നിൽക്കും. ബേസിൽ ഒരു പാട്ട് നമുക്കുണ്ട്. പുതിയ മുഖം, ഇനി ഒരു പുതിയ മുഖം. അത്ര ജയ 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 जय 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 ശാന്തി സൗമ്യ ശാലീനെ ശ്രീലോലെ വീടിൻ സൗഭാഗ്യം നീയേ നീയേ കാശി മന്ത്രി ഭാര്യ സഹോദരി ആണിൻ ഐശ്വര്യം എന്നും നീയേ ജയ 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 അപ്പൊ പിന്നെ മറ്റേ ഒരു ശരിയല്ലല്ലോ. മറുപടി പറയണം. ഇതൊക്കെ ചെറുത്, ഇതൊക്കെ എങ്ങനത്തെ ഐറ്റംസ് ആണ് പടത്തിയിട്ടിരിക്കുന്നത് ആണല്ലേ. നമ്മൾ കാത്തിരിക്കുന്നു പടത്തിന് വേണ്ടിയിട്ട്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ട്രിബ്യൂട്ട് ഡാൻസ് നമ്മുടെ ഡാൻസേഴ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അവരൊന്നും നമുക്കൊന്ന് സ്റ്റേജിലേക്ക് ക്ഷണിക്കാം. ഡാൻസേഴ്സ് ഒന്ന് കൂടി വരുമോ? താങ്ക് യു. ഓക്കെ, ഈ ഡാൻസേഴ്സ് നിങ്ങൾക്ക് വേണ്ടി പെർഫോം ചെയ്യാൻ പോവാണ്. ഒരു വലിയ കൈയടിയോടെ കൂടി പ്ലീസ്. ഞാൻ മറ്റേ കൂട്ടിക്കൊണ്ടിരുന്നു പക്ഷെ ഉന്നെ മട്ടും കാതലിച്ച മറ്റു സുന്ദരിമാരെന്നോട് പിണങ്ങൂല്ലേ?
സ്റ്റേജിലേക്ക് ഞാൻ ഒന്നുകൂടി സ്വാഗതം ചെയ്തോട്ടെ. ഹോൾ ടീം ഓഫ് ഗുരുവായൂർ അമ്പലനടയിൽ ബേസിൽ ഫാൻസ് ബേസിൽ അവിടെ ഫോട്ടോ എടുക്കുന്നു. ഓക്കെ, ബേസിലെ തിരിച്ചു തരണം നമുക്ക്. നമുക്ക് എല്ലാവർക്കും ഓരോ ക്വസ്റ്റ്യൻസ് ചോദിച്ച് നമുക്ക് ഇത് അവസാനിപ്പിക്കാം. കാരണം അതിന് മുമ്പ് ഞാൻ അനശ്വര പ്ലീസ് സ്റ്റെപ്പ് ഫോർവേഡ്. അനശ്വര ഇതിലെ ക്യാരക്ടറിനെ കുറിച്ചൊന്ന് ചോദിക്കാൻ. പേടിയില്ല. അതെ, അനശ്വര ഇതിനകത്ത് ക്യാരക്ടർ എന്താണെന്ന് ഒന്ന് പറയാമോ എല്ലാവർക്കും വേണ്ടി? വാട്ട് എവർ യു ക്യാൻ സേ, അതിനെ പറ്റി റിവീൽ ചെയ്യാൻ പറ്റുന്ന അത്രയും. ക്യാരക്ടറിന്റെ പേര് അഞ്ജലി എന്നാണ്. ഇത് അനന്തേട്ടൻ രാജുവേട്ടന്റെ സിസ്റ്റർ ആയിട്ടാണ്. അതുപോലെ ബേസിലേട്ടന്റെ കല്യാണം പെണ്ണായിട്ടാണ്. സോ ഇത് രണ്ട് ഫാമിലിയുടെ ഇടയിൽ ഉണ്ടാകുന്ന കുഞ്ഞു പ്രശ്നങ്ങളും രണ്ടുപേരുടെ ഇടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും അതിനിടയിൽ പെട്ടുപോകുന്ന ഒരു പെണ്ണും പിന്നെ അങ്ങനെ ഞാൻ പറഞ്ഞ മൊത്തം സ്പോയിലറായി. ഏതാണ്ട് സിനിമയുടെ കഥ കിട്ടിയിട്ടുണ്ട് നമുക്ക്. അപ്പൊ ഏതാണ്ട് തീരുമാനമായിട്ടുണ്ട്. താങ്ക് യു അനശ്വര. നിഖില എടുത്തും കൂടി ഒന്ന് ചോദിക്കട്ടെ. നിഖില, ഒന്ന് ഈ പറയുന്ന സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ക്യാരക്ടറോ അല്ലെ സീനോ എന്തെങ്കിലും, ആ വാച്ച് ഔട്ട് ഫോർ ദ സീൻ എന്നുണ്ടെങ്കിൽ ഏതായിരിക്കും പറയാ? നന്നായി, അത് നമ്മൾ കാണുന്നില്ല. ക്ലൈമാക്സ് കൈൻഡസ് ഇല്ലായിരുന്നു അതിൽ. അത് റെഡി. അപ്പോ ക്യാരക്ടറിനെ പറ്റി? എന്റെ ക്യാരക്ടറിന്റെ പേര് പാർവതി എന്നാണ്. ഞാൻ രാജുവേട്ടന്റെ വൈഫിന്റെ ക്യാരക്ടറാണ് പ്ലേ ചെയ്യുന്നത്. ഞങ്ങൾ 4 പേരിലൂടെയാണ് ഈ സിനിമയുടെ ഒരു മേജർ കഥ പോകുന്നത്. പിന്നെ അതിലേക്ക് വരുന്ന ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്, ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. നമുക്ക് കാണാൻ ഇഷ്ടമുള്ള ഒരുപാട് പേര് ഈ സിനിമയിലുണ്ട്. ജഗദീഷ് ചേട്ടനുണ്ട്, രേഖ ചേച്ചിയുണ്ട്, പുതിയ ആൾക്കാരായിട്ട് പുതിയതായിട്ട് വന്ന നമ്മുടെ സിജു സണ്ണിയുണ്ട്, ജോമോനുണ്ട്. ഒരുപാട് ക്യാരക്ടേഴ്സ് ഈ സിനിമയിൽ. ജയിലുള്ള അമ്മയുണ്ട്. അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരിക്കും. അല്ല, അത് എനിക്ക് ഡയറക്ടറിന്റെ അടുത്ത് തന്നെ ചോദിക്കേണ്ട ചോദ്യമാണ്. കാരണം നേരത്തെ പൃഥ്വി പറഞ്ഞതുപോലെ ഇത്രയധികം ക്യാരക്ടേഴ്സ് ആയിട്ടുള്ള ഒരു സിനിമ കണ്ടിട്ട് നമ്മൾ കുറെ നാളായി എന്ന് പറയാം. കാരണം എല്ലായ്പ്പോഴും ഇപ്പൊ വളരെ ഇപ്പം ആടുജീവിതത്തിലാണെങ്കിലും പൃഥ്വിയുടെ ആ നജീബിന്റെ കഥയാണല്ലോ പറയുന്നത്. അപ്പൊ വളരെ കുറച്ച് ക്യാരക്ടേഴ്സ് അല്ലേ ഉള്ളൂ ശരിക്കും അതിന് ചുറ്റും. നജീബാണല്ലോ അതിന്റെ സെന്ററിൽ. പക്ഷെ ഇതെന്ന് പറഞ്ഞ ഒരു ഹോൾ ഫാമിലി നമുക്ക് ഇതിനകത്ത് കാണാനുണ്ട്. അതെങ്ങനെയാണ് ഇത്രയും ഒന്നിട്ട് മാനേജ് ചെയ്യുന്നത് എളുപ്പമല്ല. പക്ഷെ ഇതെങ്ങനെ കൺസീവ് ചെയ്തു? അല്ല, ഒരു കല്യാണം എന്ന് പറയുമ്പോൾ 2 കുടുംബങ്ങളുടെ സംഗമമാണ്. അപ്പോൾ അത്രയും പേർക്ക് ആ സിനിമയ്ക്ക് പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ച് അച്ഛനമ്മ, സഹോദരങ്ങൾ, കസിൻസ്, ഫ്രണ്ട്സ്. അപ്പോൾ 2 ടീമിൽ അത്രയും ആൾക്കാർ വരും. അപ്പോൾ ആ ആൾക്കാർ വരുമ്പോൾ ഒരുപാട് മിസ്കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടാവും, കൺഫ്യൂഷൻസ് ഉണ്ടാവും, കോമഡികളുണ്ടാവും, അബദ്ധങ്ങളുണ്ടാവും, വിഷമങ്ങളുണ്ടാവും, സന്തോഷിക്കുന്ന മൊമെന്റ്സ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരു 10 ദിവസം നടക്കുന്ന കഥയായിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ 10 ദിവസത്തിൽ ഇതൊക്കെ എന്തൊക്കെ സംഭവിക്കാൻ പറ്റുന്നോ അതിന്റെ മാക്സിമം ഒരു ഫിക്ഷണൽ രീതിയിൽ നമ്മൾ ഒരു കല്യാണത്തിൽ സംഭവിക്കാൻ പറ്റാത്തതും വരെ നമ്മളത് ചെയ്തിട്ടുണ്ട്. അപ്പം അത് കൊണ്ടുപോകാൻ വലിയ പാടുന്നുണ്ടായിരുന്നില്ല. കാര്യം എല്ലാവർക്കും ഈ സിനിമയോട് അത്രയും താല്പര്യം ഉണ്ടായിരുന്നു. എല്ലാവരും കുറേ സിനിമകൾ വിട്ടിട്ടും അല്ലെങ്കിൽ വേറെ കമ്മിറ്റ്മെൻറ്റൊന്നും എടുക്കാതെ ഒരു വർഷത്തോളം ഒരു ഷൂട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വർഷം എല്ലാവരും കൂടെ നിൽക്കുകയാണ് ചെയ്തത്. അപ്പം എല്ലാവരും ഒരു ഫാമിലി പോലെ ഫുൾ ടൈം കൂടെ ഉണ്ടായിരുന്നു. അപ്പം കല്യാണത്തിനൊരു ഒരു സിറ്റുവേഷൻ തന്നെ അവിടെ മൂഡിൻ്റെ അവിടെ ഉണ്ടായിരുന്നു ഓൾറെഡി. അപ്പോൾ അത്രയും വലിയ ബുദ്ധിമുട്ട് വിചാരിച്ചൊന്നും ഉണ്ടായിട്ടില്ല. അതെ, നമ്മുടെ അടുത്തൊരു പ്ലേലിസ്റ്റ് വരുന്നത് 8:30-ക്കാണ്. അപ്പൊ എന്നാണ് പറയുന്നത്. പക്ഷെ അതിനു മുമ്പ് നമുക്ക് ബേസിലോട്ട് കൂടി ഒരു ക്വസ്റ്റ്യൻ. ഞാൻ പറഞ്ഞില്ല, ഞാൻ അതുവരെ അവരെ പിടിച്ചു നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുവരെയും അങ്ങനെ നിർത്തുന്നത് ശരിയാവുമെന്ന് തോന്നുന്നില്ല. ലെറ്റ്സ് ഗോ, നമുക്ക് നോക്കാം. ബേസിൽ ആക്ച്വലി എനിക്ക് ചോദിക്കാനുള്ള, ഞാൻ രാവിലെ ആക്ച്വലി വിട്ടുപോയതും ചോദിക്കാനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമ്മളൊരു കുടുംബ സിനിമ എടുക്കുമ്പോഴത്തേക്കും അതിനകത്ത് ഇപ്പൊ ജയ തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പല ക്യാരക്ടേഴ്സും കാണുമ്പോൾ എന്റെ വീട്ടിലെ ആൾക്കാരിലേക്ക് എനിക്ക് പരിചയമുള്ള ആൾക്കാരായിട്ട് ഞാനത് ക്യാരക്ടേഴ്സിനെ ഞാൻ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്. സോ ഇപ്പൊ ഇതെന്ന് പറഞ്ഞാൽ വലിയ കൂട്ടുകുടുംബത്തിലാണ്. അപ്പൊ ബേസിലിന് ഇതേപോലെ തന്നെ എന്റെ വീട്ടിലും ഇങ്ങനെ ഒരു അമ്മായി ഉണ്ട്, അല്ലെങ്കിൽ എന്റെ വീട്ടിലും ഇങ്ങനെ ഒരു കുഞ്ഞമ്മയുണ്ട്, അങ്ങനെ ഒരു ഇത് എപ്പോഴും തോന്നിയിട്ടുണ്ടോ? ഈ അവസരത്തിൽ പറയാൻ പാടുന്ന മായയുടെ കുഞ്ഞമ്മയാണ് ശരിക്കും പറഞ്ഞാൽ വല്യമ്മയുടെ മോള്. അതാണ് മായയുടെ കുഞ്ഞമ്മയാണ് മല്ലികയ്ക്ക് എന്നാണ് പറയാനുള്ളത്. ഞാൻ വേറെ തെറ്റിപ്പോയോ?
അപ്പോൾ ചോദ്യം ഇല്ല ഓർമ്മയുണ്ട്. അപ്പോൾ എനിക്ക് പേഴ്സണലി ഇപ്പോൾ ഞാൻ കല്യാണം കഴിച്ചതായതുകൊണ്ട് കല്യാണത്തിന്റെ കുറെ ഇൻസിഡൻസ് ഒക്കെ നമുക്ക് ഓർമ്മയുണ്ടല്ലോ. ഇപ്പോൾ കല്യാണം എന്ന് പറയുമ്പോൾ നമുക്ക് റിലേറ്റബിൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. മേക്കപ്പ് ടെസ്റ്റ്, മറ്റേ കോസ്റ്റ്യൂം തയ്ക്കൽ, പിന്നെ പറയുന്ന പെണ്ണിന്റെ വീട്ടുകാര്, ചെക്കൻ്റെ വീട്ടുകാര്, കസിൻസ്, റിലേറ്റീവ്സ്, മറ്റേ ഫ്രണ്ട്സ്, നമ്മൾ പിന്നെ വെഡിങ് കാർഡ് പ്രിന്റ് ചെയ്യുന്നു, അത് ഇൻവിറ്റേഷൻ കൊടുക്കുന്നു. ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ ഒരു കല്യാണവുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അതിന്റെ ചെക്കപ്പൊക്കെ കാര്യങ്ങൾ അതിനകത്തുണ്ട്. അപ്പൊ അതെല്ലാം നമുക്ക് റിലേറ്റബിൾ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ഈ സിനിമയിലുണ്ട്. ആ കല്യാണത്തിന് മുമ്പുള്ള ഒരു 10 ദിവസത്തെ ഒരു ഹറിബറി ഉണ്ടല്ലോ. തലേ ദിവസം, കല്യാണ തലേ ദിവസത്തെ പാട്ട്, ഡാൻസ്, എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടൽ, ബാച്ചിലർ പാർട്ടി, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അതിന്റെ ഇടയിൽ കൂടെ ഒരു സിനിമയിലൊരു വേറൊരു കഥ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഒരു കോൺഫ്ലിക്റ്റ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ കല്യാണവുമായി ബന്ധപ്പെട്ടുള്ള കുറെ റിലേറ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ക്യാരക്ടേഴ്സ് പരമായിട്ട് അങ്ങനെ സാധാരണ അച്ഛനും അമ്മയൊക്കെ പോലെ തന്നെയാണ്. അപ്പൊ എന്തായാലും എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും നമ്മുടെ പ്രേക്ഷകർ എന്നുള്ള രീതിയിൽ നമുക്ക് ഒരുപാട് പേര് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഉണ്ടാവും. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഒരു കല്യാണമെങ്കിലും നടന്നിട്ടുണ്ടാവും. അപ്പം ഉറപ്പായിട്ടും ഈ ഒരു സിനിമയിൽ നമുക്ക് നേരത്തെ പോലെ തന്നെ ക്യാരക്ടേഴ്സുമായിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കട്ടെ. ഉറപ്പായും നമുക്ക് അപ്പോ ബേസിലിനെ ഇങ്ങനെ വിട്ടാൻ പറ്റില്ല. പക്ഷെ ബേസിലിന്റെ എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അപ്ഡേറ്റ് നമ്മൾ ചോദിച്ചില്ലെങ്കിൽ വലിയ പ്രശ്നമാണ് അല്ല. ഏതാ പറഞ്ഞേ? അങ്ങനെ ഒരു അനൗൺസ്മെന്റ് ഉണ്ടായിട്ടില്ല. ഉണ്ടോ? ഇല്ല. രൺവീർ സിംഗുമായിട്ട് ഒരു പരിചയമില്ലല്ലോ. ഇല്ല. ഏത് ഭാഷയിലാണ് രൺവീർ സിംഗുമായിട്ട് സംസാരിച്ചതെന്ന് ചോദിക്കാൻ പറഞ്ഞു. ഇല്ല, സംസാരിച്ചിട്ടേ ഇല്ല. അടുത്ത സിനിമ ഡയറക്ട് ചെയ്യാൻ പോകുന്ന സിനിമയെ കുറിച്ച് എന്തെങ്കിലും ഐഡിയ ഇല്ല? ഇല്ല. മിന്നൽ മുരളി 2 അറിഞ്ഞൂടാ. എന്നാ ഞാൻ കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ എല്ലാവർക്കും അവിടെ ശരിക്കും പറഞ്ഞ സെറ്റിൽ വരുന്ന സമയത്ത് എൻട്രി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ബേസിലിന് മാത്രം എൻട്രി കൊടുത്തില്ല എന്ന് പറഞ്ഞൊരു കംപ്ലൈന്റ് ഉണ്ട്. സത്യമാണോ? സത്യമാണോ? ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ ഇവരെല്ലാവരും ഓരോ ദിവസവും സെറ്റിൽ എത്തുന്ന സമയത്ത് ഇവർക്കൊക്കെ പാട്ടും ഇതൊക്കെ വെച്ചിട്ടുള്ള എൻട്രി ഉണ്ടായിരുന്നു. ബേസിലിന്റെ എൻട്രി മാത്രം ശരിയായില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. സത്യമാണോ? രാജുവേട്ടനുണ്ടായിരുന്നു ഫാൻസ്. എന്റേത് പാളിപ്പോയി. അതെന്ത് പറ്റിയത്? പടക്കമൊക്കെ വേസ്റ്റ് ആയെന്നൊക്കെ പറഞ്ഞിട്ട് അത് എന്റെ കഥ പറയാനായിട്ട് ഒരാളുണ്ട് ഇവിടെ. ശരിക്കും ഒരു 1000-1500 ജൂനിയേഴ്സ് ഡെയിലി ഉണ്ട്. അപ്പോൾ രാജു വന്ന ഫസ്റ്റ് ഡേ അപ്പോൾ എല്ലാവരും ഭയങ്കര ആഘോഷമായിരുന്നു. പാട്ടൊക്കെ വെച്ച് ഡാൻസൊക്കെ കളിച്ച് രാജുവിനെ ഭയങ്കരമായിട്ട് സ്വീകരിച്ചു. അതുപോലെ യോഗി ബാബു വന്നപ്പോൾ അയാൾക്ക് വേണ്ടി പാട്ട്, നമ്മുടെ നയൻതാരയുള്ള പാട്ടൊക്കെ വെച്ചിട്ട് അയാളോട്ട് ഒരു 10 മിനിറ്റ് എല്ലാം സ്പെൻഡ് ചെയ്തു. അങ്ങനെ വരുന്ന ആൾക്കാർക്കെല്ലാം ഒരു എൻട്രിയും റിസപ്ഷനും ഉണ്ടായി. അപ്പം ബേസിൽ പക്ഷേ ഫസ്റ്റ് ഡേ മുതലുണ്ട്, ആരും മൈൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ ബേസിലെ ശിഖരികളെ സിജു, സണ്ണി, ജോമൻ എല്ലാം കൂടെ പ്ലാൻ ചെയ്ത് പടക്കം മേടിച്ച് പൊട്ടിച്ചൊരു എൻട്രിയൊക്കെ പ്ലാൻ ചെയ്ത ഒരു ദിവസം. ആ ദിവസം പടക്കം കിട്ടാനില്ലായിരുന്നു. ഞങ്ങൾ തൃശ്ശൂർ പോയി പടക്കം മേടിച്ചു കൊടുത്താൽ കേക്ക് മേടിക്കാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എന്തൊക്കെ കൈക്കൂലി പരിപാടിയൊക്കെ ചെയ്ത് ഇവര് പടക്കം പൊട്ടിച്ച് ബേസിൽ കാറ് വന്നപ്പോൾ, അത് എന്നും ബേസിൽ വോൾവോയിലാണ് വരുന്നത്, അന്ന് ബേസിൽ ഇത് മറന്നുപോയിട്ട് ഇന്നോവ കയറി വന്നു. അപ്പൊ ആ ഇന്നോവയുടെ ഫ്രണ്ടിൽ എന്റെ ഇന്നോവ വന്നു. ഞാൻ വന്ന് ഇറങ്ങി പോയപ്പോ എന്റെ പടക്കം പൊട്ടിച്ച് ഞാൻ ഫ്രണ്ടിൽ നടന്നുപോയി. ബാക്കിൽ ബേസിൽ വന്നു. അപ്പൊ ബേസിലെ എൻട്രി മൊത്തം പാളി. വീഡിയോയിലൊന്നും ബേസിലില്ല. അങ്ങനെ ആ വീഡിയോ പുറത്ത് വിട്ടിട്ടില്ല. അപ്പൊ ഇതെല്ലാം സിനിമയുടെ അവസാനം നമ്മൾ കാണുമോ? വീഡിയോ ഉണ്ട്, പക്ഷെ ഞാനത് പുറത്തുവിടാൻ സമ്മതിക്കില്ല. വേറൊരു പണത്തിനുള്ളതുണ്ട്. തീർച്ചയായും ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ അവരെ ഇങ്ങനെ നിർത്തി മുഷിപ്പിക്കുന്നത് ശരിയാവില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിവിടെ ശരിയാവാനായിട്ട് 8:30 ആണ് ടൈം പറഞ്ഞിരിക്കുന്നത്. ഞാൻ നമ്മുടെ ഇപ്പം ഇനി തിരിച്ച് ഞാൻ പൃഥ്വിരാജിനെ ഇങ്ങോട്ട് വീണ്ടും സ്റ്റേജിലോട്ട് കൊണ്ടുവരുന്നില്ല. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്തൊരു ഈ സിനിമയുടെ തീർച്ചയായും ഞാൻ പറഞ്ഞല്ലോ എല്ലാവരും കാണാനായിട്ട് കാത്തിരിക്കുകയാണ്. 16-ാം തീയതിയാണ് റിലീസ്. ചിത്രത്തിനെ കുറിച്ച് 2 വാരം നേരത്തെ പറഞ്ഞാണ്. അപ്പോ നേരത്തെ പറഞ്ഞ പോലെ മെയ് 16-ാം തീയതി സിനിമ റിലീസാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. എനിക്ക് കുറെ നാൾ കഴിഞ്ഞിട്ട് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് റിലാക്സ് ചെയ്തൊരു സിനിമയാണ്. വിപിന്റെ കഴിഞ്ഞ സിനിമയുടെ വലിയ ആരാധകനാണ് ഞാൻ. കഴിഞ്ഞ സിനിമ പോലെ അല്ല, അപ്പൊ എല്ലാവരും ചിലപ്പോൾ പ്രതീക്ഷിക്കും കഴിഞ്ഞ സിനിമയിൽ ഒരു വളരെ സമകാലിക പ്രസക്തമായ ഒരു വിഷയം നർമ്മരൂപേണ ചർച്ച ചെയ്തൊരു സിനിമ ആയതുകൊണ്ട് ഇതിലും അങ്ങനെയൊക്കെ ഉണ്ടാവും. ഇതിൽ അങ്ങനെയൊന്നുമില്ല. പ്രത്യേകിച്ച് ഭയങ്കര ഞെട്ടിക്കുന്ന കഥയൊന്നുള്ളൊരു സിനിമയല്ല. ഈ സിനിമയിൽ ഒരു ഡയലോഗ് ഉണ്ട്. ഞാൻ ബേസിലിന്റെ കഥാപാത്രത്തിനോട് പറയുന്നത്, എടാ ഈ ലോകത്തിലെ ഏറ്റവും ഒഴുക്കുള്ള ബന്ധം അളിയനും തമ്മിലുള്ള ബന്ധമാണെന്ന്. ഇത് 2 അളിയന്മാരുടെ കഥ എന്ന് വേണം
വാക്യത്തിൽ പറയാം. ഈ രണ്ട് അളിയന്മാർക്കിടയിൽ സംഭവിക്കുന്ന ഒരു ചെറിയ ഒരു സംഭവ വികാസവും അതിനെ തുടർന്നുണ്ടാകുന്ന കുറെ തെറ്റിദ്ധാരണകളും കൺഫ്യൂഷൻസും തമാശകളും കുസൃതികളും ഒക്കെയാണ് ഈ സിനിമ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഭയങ്കര അഭിമാനത്തോടു കൂടി ഈ സിനിമയിലെ അഭിനേതാവായിട്ടും നിർമ്മാതാവായിട്ടും ഈ സിനിമയെ നോക്കിക്കാണുന്ന ഒരാളാണ് ഞാൻ. സ്പെഷ്യൽ താങ്ക്സ് ടു മുകേഷ് സർ. E4 എന്റർടൈൻമെന്റോട് ഞാൻ ചെയ്യുന്ന 3ാമത്തെ സിനിമയാണ് എസ്ര ബ്രഹ്മം. ഇപ്പൊ ഈ സിനിമ ഇങ്ങനൊരു കഥയുണ്ട്, ഇത് കേൾക്കണം എന്ന് പറഞ്ഞ് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ അടുത്ത് ദീപുവിനെ അയക്കുന്നതും മുകേഷ് സാറാണ്. ആൻഡ് താങ്ക്സ് ടു ദീപു ആദ്യമായിട്ട് തിരക്കഥ എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഇത് സത്യത്തിൽ ബേസിൽ ചെയ്ത കഥാപാത്രം ഞാനും എൻ്റെ കഥാപാത്രം കുറച്ചുകൂടെ മുതിർന്നൊരു നടനും ആയിരുന്നു. ആ മാറ്റം വരുത്തിയത് വിപിനാണ്. വിപിന്റെ ആ മാറ്റത്തിനോട് യോജിക്കുന്ന പോലെ കുറെ അധികം ചേഞ്ചസ് ഈ സ്ക്രിപ്റ്റിൽ വന്നപ്പോഴാണ് ഈ സിനിമ ഇപ്പോൾ കാണുന്ന രൂപമായത്. സോ മെയ് 16 എല്ലാവരും, കൊച്ചു കുട്ടികൾ മുതൽ വീട്ടിലുള്ള അപ്പൂപ്പൻ അമ്മൂമ്മ എല്ലാവർക്കും ഒരുമിച്ച് പോയിരുന്ന് കണ്ട് ചിരിച്ച് ആസ്വദിച്ച് വരാൻ പറ്റുന്ന ഒരു സിനിമയാണ്. നിങ്ങൾ എല്ലാവരും കുടുംബസമേതം പോയി ഗുരുവായൂർ നടയിൽ കാണണം. എല്ലാവരുടെയും ഒരു ആഗ്രഹം, നിങ്ങൾ എല്ലാവരും കൂടി നമ്മൾ സ്റ്റേജ് ഫീ ഒരു സ്റ്റേജ് സെൽഫി ഇവിടെ എല്ലാവരുമായിട്ട് ചേർന്ന് സ്റ്റേജിൽ സെൽഫിയാണ് സ്റ്റേജ് ഫീ. ഓക്കെ ഈ സൈഡ് എടുത്തില്ലെന്നോ? നിങ്ങൾ എല്ലാവരും നിന്നോ, ഞാൻ ഇവിടെ നിർത്തുക. നല്ല ഫോണിലെടുത്തു, നല്ല ഫോണിൽ. അപ്പോ ഞാൻ പറഞ്ഞല്ലോ, ഇവരെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് അവരുടെ അടുത്തൊന്നും ഒരു യാത്ര പറയാം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇത് ശരിയാവാനായിട്ട് ഇനിയും ഒരു ഇച്ചിരി സമയം കൂടി എടുക്കും. ഒരു 5 minutes, 2 minutes more, just 2 minutes more, 2 മിനിറ്റും കൂടി. എന്നിട്ടും ഞാൻ പറയുകയാണ്, നീതു സൗണ്ട് വന്നില്ലെങ്കിൽ നീതുവിനെ സ്റ്റേജ് കയറ്റി നിർത്തി പോകും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും നേരം വെയിറ്റ് ചെയ്തു, ഇനി സൗണ്ട് വരുന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷ. എനിക്കറിഞ്ഞൂടാ. ഷൂട്ടിംഗ് നടക്കുന്നു. ഞാനിനി പൃഥ്വി പറയാൻ പോകുന്ന കാര്യം പറയാം. ഒരു ചെറിയ പടം എടുക്കുന്നുണ്ട് മോഹൻലാൽ ഉണ്ടെന്നാണ്. താങ്ക് യു. ഇതൊന്ന് മാറ്റാം.